Good morning, all. Morning. Good morning. Unmute alle. Voice unmute alle. Good morning. Anyway, നമ്മള് ക്ലാസ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒക്കെ വായിച്ചു നോക്കി കാണണം അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ചോദ്യമൊന്നും ചോദിക്കണമെന്നില്ല. വായിച്ചു നോക്കിയോ ഇല്ലയോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്ന് അറിയാനാണ്. നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വീണ്ടും പറയേണ്ട ഏതെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടോ? ഓക്കെ, വോയിസ് പ്രോബ്ലം നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി. നമ്മൾ എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? ഫുള്ളാണ് എടുത്തു നിർത്തിയത്. അപ്പൊ നിങ്ങള് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പോകാത്തതാണ്. അപ്പൊ എനിവേ ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫങ്ഷൻ തുടങ്ങി പോകാം. അപ്പൊ നമ്മൾ കണ്ട അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ അല്ലെ, ഇവിടെ പ്രധാനമായിട്ടും പല പല ലക്ഷ്യങ്ങളെ കുറിച്ച്, ഒരു 14 ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അവിടെ പ്രധാനമായിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള ഓരോ അല്ലെ, ഒരു കമ്പനി ആണെങ്കിലും ഒരു ഫേം ആണെങ്കിലും അവിടെയുള്ള ഓരോ വർക്കേഴ്സിനെയും നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള ഒരു എംപ്ലോയിനെ കണ്ടെത്തുക അല്ലെ, അതുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തതെന്ന് കണ്ടു. അതുപോലെ തന്നെ ആ ഒരു ലക്ഷ്യത്തോട് പോലെ തന്നെ അതിന്റെ ഫംഗ്ഷനും അല്ലെ, അവിടെ പ്രവർത്തനങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. We have already defined HRM. The definition of HRM is based on
വാട്ട് മാനേജേഴ്സ് ഡു. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു അല്ലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണുള്ളത് പ്രധാനമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇൻട്രൊഡക്ഷനിലും വ്യത്യസ്ത അഭിപ്രായക്കാർ പറയുന്നതും ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയി. എന്താണ് പ്രധാനമായിട്ടും മാനേജേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെ അത് പ്രവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ്. അതായത് അവരെന്ത് നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടും മാനേജ്മെന്റിന്റെ അല്ലെ മൈൻഡിലേക്ക് കൊണ്ടുചെന്ന് അങ്ങനെയാണ് തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ദെൻ അത് അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് പോളിസീസും അല്ലെ. നമുക്ക് ഇന്റർവ്യൂ ചെയ്യണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അങ്ങനെയല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ദ ഡെഫിനിഷൻ ഓഫ് HRM is based on what managers do. Okay, the functions performed by managers are common to all organizations. Okay, അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അല്ലെ കോമൺ ആയിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ. ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഏതൊരു മാനേജ്മെന്റും അത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. For the convenience of study, the function performed by the resource management can broadly be classified into two categories, vice versa. Okay, നമ്മള് ഈ ഒരു രീതി മനസ്സിലാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അല്ലെ നമ്മൾ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറീസ് തന്നെ പഠിക്കാറുണ്ട് അല്ലെ. പഴയ കാലഘട്ടത്തിൽ ഓൾഡ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഫസ്റ്റ് മാനേജർ എന്ന് അല്ലെങ്കിൽ ന്യൂ കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ HRM എന്നുള്ള ആ ഒരു പോസ്റ്റ് തന്നെയായിട്ടാണ് ആ ഒരു പ്രധാനമായിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി. ഇനി അതിലെ ഫങ്ഷൻസ്, അത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്ലാനിങ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? എന്തെങ്കിലും കുറിച്ചിട്ട് അവര് പ്ലാനിങ് ചെയ്യുന്നുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ഏതിനെയും കുറിച്ചെങ്കിലും ആസൂത്രണങ്ങൾ എടുക്കുന്നുണ്ടോ? ഉണ്ടാവില്ലേ? അവരെ കുറിച്ചിട്ട് കുറെ ആലോചന അല്ലെ, കുറെ സ്ട്രാറ്റജീസ് മുൻകൈ എടുക്കണമെങ്കിൽ, കുറെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ മുൻകൂട്ടി ഒരു ആസൂത്രണം അവിടെ മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. Preparing a forecast of the future human resource needs in the light of an organization's environment, mission and objectives, strategies and internal strategies and internal strength and weakness, including its structure, culture, technology and leadership. Okay, നമ്മൾ മനസ്സിലാക്കുക. അതായത് പ്രധാനപ്പെട്ട അല്ലെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു പരിസ്ഥിതി അല്ലെ ആ ഒരു സിറ്റുവേഷൻഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ അത് എന്താണ് അല്ലെ എന്താണ് അത് എയിം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്ത് ദൗത്യമാണോ ആ സ്ഥാപനം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സർവീസ് ആണോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആണോ, ഏത് ഓർഗനൈസേഷൻ അല്ലെ ഏത് ഫേം ആണെങ്കിലും അതിന്റെ ലക്ഷ്യമുണ്ട് ഉണ്ടാവില്ലേ, ഒരു എയിം ഉണ്ടാവില്ലേ. ഇത്തരം തോതില് ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഇത്രയും സർവീസ് അല്ലെ അത് കൈകാര്യം ചെയ്ത് അത് പ്രോഫിറ്റബിൾ ആക്കി മുന്നോട്ട് പോകണമെന്നായിരിക്കും ഏതൊരു ഫേമും ആഗ്രഹിക്കുന്നത് അല്ലെ. അത് നേരത്തെ കൂട്ടി തന്നെ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. These are the election. These are the aims for creation of every organization. അല്ലെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ദൗത്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ ആ ഒരു വീക്ഷണകോണിൽ തന്നെ അവര് നേരത്തെ കൂട്ടി അതിനെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള അല്ലെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാകും. Internal strategies and internal strengths and weakness, including its structure, culture, technology and leadership. Okay, അപ്പൊ അവിടെ ഇന്റേണൽ ആയിട്ട് നമുക്കറിയാം ഏത് തരത്തിലുള്ള അല്ലെ ഏത് സംസ്കാരമാണ് അല്ലെങ്കിൽ ഏത് ഘടനയോട് കൂടിയാണ് അല്ലെങ്കിൽ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫോം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും അവിടെ എടുത്തിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് പ്ലാനിങ് എന്നുള്ളത്. ക്ലിയർ ആണോ? ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അതിനൊരു എയിം ഉണ്ട് അല്ലെ. ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് തീർച്ചയായിട്ടും അതൊരു എയിം ഉണ്ടാവും. അപ്പൊ അത് ഏത് രീതിയിൽ അല്ലെ മെഷീന്റെ കൂടുതൽ
ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അല്ലെ നമുക്കറിയാം ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇതുകളുണ്ട് അല്ലെ. അതിന് പ്രാധാന്യം കൊടുക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ നല്ല നല്ല ഹ്യൂമൻ റിസോഴ്സിനെ വികസിപ്പിച്ചെടുക്കാനാണെങ്കിലും അതിന് കൂടുതൽ പ്രാധാന്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലാനിങ് തീർച്ചയായിട്ടും ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് പറയുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ സ്റ്റാഫിങ്, ഇങ്ങനെ ഒരു പ്ലാനിങ് ആദ്യം തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, അവിടേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണം. ഓക്കെ, ഫംഗ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണോ അല്ലെ, സർവീസ് ഓർഗനൈസേഷൻ ആണോ, പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ആണോ, എന്താണോ അല്ലെ, ഏത് ബിസിനസ് ഫേം ആണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് അവിടെ നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ എന്താണ് നെക്സ്റ്റ്, ആ ഒരു കണ്ടെത്തലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. ഓക്കെ, അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെ അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ കൂടുതൽ ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അവിടേക്ക് ഏത് മെഷീൻ ആണെങ്കിലും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു പങ്കാളിത്തം അവിടെ ആവശ്യമാണ്. ആവശ്യമായിട്ട് വരില്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് പോവുക, മെസ്സേജുകൾ അയക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്ത് പോകാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാം. എന്താണ് നിങ്ങൾ നമ്പർ അയക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നോടൊപ്പം തന്നെ കുറച്ച് മെസ്സേജുകളൊക്കെ അയച്ചു തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് ചില ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയില്ലെങ്കിലോ ഒന്നുകൂടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോകാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിംഗ് ആണ് അല്ലെ. സ്റ്റാഫിംഗിൽ എന്താ പറയുന്നത്? ഒബ്റ്റൈനിങ് പീപ്പിൾ വിത്ത് ദ അപ്രോപ്രിയേറ്റ് സ്കിൽസ്, abilities, knowledge and job experience to fill jobs in the work organization അല്ലെ. ആ ഓർഗനൈസേഷന്റെ ജോലി ചെയ്യാനായിട്ട് നമ്മളിപ്പോ ചിലപ്പോ കൂടുതൽ നമുക്കറിയാം ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ മെഷീൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും. അതല്ല എങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഒപ്പം തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ ടെക്നീഷ്യന്റെയൊക്കെ ആവശ്യകതയും ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള അവിടെയുള്ള ഹ്യൂമന്റെ എഫേർട്ട് ആവശ്യമാണ്. അപ്പൊ അതിനനുസരിച്ച് അനുയോജ്യമായ വ്യക്തികളെ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ആ ഏത് ജോലിയാണോ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള നോളജും കഴിവും അറിവും കഴിവുകളുമുള്ള വ്യക്തികളെ അത് നേടിയിരിക്കേണ്ടതുണ്ട്. അതിനെ നേടിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിൽ നടപ്പാക്കുന്നത്. അപ്പൊ ഒബ്റ്റൈനിങ് പീപ്പിൾ വിത്ത് ദ അപ്രോപ്രിയേറ്റ് സ്കിൽസ് അനുയോജ്യമായ സ്കില്ല് വേണം. ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിലാണെങ്കിൽ നമുക്കറിയാം അവിടെ നഴ്സുമാര് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ഒരു സെമി ഫിനിഷ്ഡോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് തലത്തിലേക്കോ ഏത് ലെവലിലേക്ക് എത്തുന്നതോ ആ ലെവലിലേക്ക് എത്തുന്നത് വരെയുള്ള പീപ്പിൾസിന്റെ ആവശ്യം അവിടെയുണ്ട് അനുയോജ്യമായ പേഴ്സൺസിനെ അവിടെ നിയമിക്കേണ്ടതുണ്ട്. അനുയോജ്യമായ അറിവും കഴിവുമുള്ള പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുണ്ട് കീ പ്രാക്ടീസസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനലൈസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പല കാര്യങ്ങളുണ്ട് കുറെ അപേക്ഷകൾ ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. വേണ്ടിവരില്ലേ? കുറെ നല്ലത് നല്ല പേഴ്സണെ കണ്ടെത്തണം, നല്ല കാൻഡിഡേറ്റിനെ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് അപേക്ഷകൾ വേണം അതിൽ നിന്നാണ് തെരഞ്ഞെടുത്ത് നല്ല കാൻഡിഡേറ്റിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ എന്താണ് പല രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിലോ ഏത് രീതിയിലോ ഒരു ന്യൂസ് പേപ്പറിൽ വേണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കാം. അല്ലെങ്കിൽ നേരിട്ട് പോയി ഫ്രഷേഴ്സിനൊക്കെ വേണമെങ്കിൽ നേരിട്ട് പോയി ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തി അവരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ സാധിക്കില്ലേ? സാധിക്കോ? ഓക്കെ, ഇനി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് യോഗ്യമായവനെ കണ്ടെത്തണം അത് കണ്ടെത്തണമെങ്കിൽ എന്താണ് സെലക്ഷൻ പ്രോസസ്സുകളുണ്ട് അപ്പൊ നല്ല കൃത്യമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സുകൾ കണ്ടെത്തണം. അപ്പൊ എന്താണ് പല കാര്യങ്ങളുണ്ട് ഈ ഒരു സ്റ്റാഫിംഗ് പ്രോസസ് എന്ന കാര്യത്തിലേക്ക്. ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് റിക്രൂട്ട്മെന്റ് തലത്തിലേക്ക്. സെലക്ഷനുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകളൊക്കെ നടത്തി
അവരെ നല്ല രീതിയിൽ അല്ലെ പല ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയിട്ട് ഓക്കെ യോഗ്യനായ പേഴ്സൺ ആണോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്നതും ഒരു നീണ്ട പ്രോസസ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. ഫസ്റ്റ് പ്ലാനിങ്, ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനം എന്ത് ബേസ് ചെയ്തിട്ടാണതാണോ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയർ ആണോ? ാണോ? നിങ്ങൾ മെസ്സേജ് അയക്കൂ, എന്തെങ്കിലുമൊക്കെ വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലാസ്സുകളായല്ലോ, എല്ലാവരുടെയും ക്ലാസ്സുകളിലൊക്കെ കയറി ഇതായില്ലേ. നമുക്ക് ഇങ്ങനെയാണ് അല്ലെ, നമ്മളിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു രീതി മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിലാണ് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. റെസ്പോണ്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വീണ്ടും പറയേണ്ടത് എന്തെങ്കിലുമൊക്കെ വീണ്ടും പറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വികസനം അല്ലെ. അപ്പൊ നമ്മളിപ്പോ അവിടെ എന്താണ് പ്ലാനിങ് നടത്തി അതനുസരിച്ചിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ കണ്ടെത്താനുള്ള സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി എന്താണ് ഇനി നിലവില് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴും അവർക്ക് വീണ്ടും ആവശ്യമാണ് അല്ലെ ചില കാര്യങ്ങളൊക്കെ. നമുക്കറിയാം ഇപ്പൊ എന്താണ് കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ, മത്സരബുദ്ധിയോടുകൂടിയുള്ള കാലഘട്ടം ആയതുകൊണ്ട് ബിസിനസ് പിടിച്ചു വെക്കണമെങ്കിൽ ചില ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അല്ലെ. അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ് അത് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പല കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പാക്കേജുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. നോക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess the knowledge and the skills to perform satisfactorily in their jobs or to advance in the organization. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെ ആവശ്യം അല്ലെ ഓരോ എംപ്ലോയീസിനും തൃപ്തികരമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള അറിവോട് കൂടിയിട്ടും കഴിവോട് കൂടിയിട്ടും അവരവരുടെ ജോലി നിർവഹണം തൃപ്തികരമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലും ലേണിങ്സുകളൊക്കെ എന്തെങ്കിലും അറിവ് അവർക്ക് നേടിക്കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. റിക്വയർമെന്റ്സ് അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess the knowledge and the skills to perform satisfactorily in the jobs or to advance in the organization. ഓക്കെ, ഓർഗനൈസേഷന് അല്ലെ ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അതിന് മുന്നോടിയായിട്ട് അതല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് തൃപ്തികരമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണോ ആവശ്യം, എന്തൊക്കെ നോളജ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണോ ആവശ്യം അത് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതും എന്താണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും അല്ലെ. പെർഫോമൻസ് അപ്രൈസർ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയി കീ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഇത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? കേസ് എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് എംപ്ലോയി ആക്കണം എന്ന് പറയുന്നത്? അതായത് തൃപ്തികരമായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ജോലി നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ആ റിസൾട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവോ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവോ? ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? തൃപ്തികരമായിട്ടാണ് ജോലി ചെയ്യണമെങ്കിൽ അവരുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും? മോശമായിരിക്കും, നല്ലതായിരിക്കും? ഇതായിരിക്കും ഗുഡായിരിക്കോ ബാഡായിരിക്കോ? ഓക്കെ, ഗുഡായിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാം നല്ല തൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് നല്ല നിങ്ങൾ ഒക്കെയാണ് എന്താണ് തൃപ്തികരമായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അവര് എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കേണ്ടത് ആരാണ്? അവിടെയുള്ള മാനേജ്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഒരു എംപ്ലോയിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും പുതിയ എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ആവശ്യമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവിടെ മാനേജ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഇത് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും.
ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവർക്ക് എന്താവശ്യമാണോ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അനലൈസ് ചെയ്യണം, അല്ലെ? അവരുടെ പെർഫോമൻസ് അപ്രൈസിൽ അവരുടെ പ്രകടനം വിലയിരുത്തണം. ഓക്കെ, അവര് നല്ല സംതൃപ്തമായിട്ടാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡെവലപ്പിംഗ് ആണോ? ഓക്കെ, അപ്പൊ പ്ലാനിങ്, സ്റ്റാഫിങ്, ദെൻ ഡെവലപ്പിംഗ്, ദെൻ മോണിറ്ററിങ്. ഓക്കെ, മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിരീക്ഷണം, അല്ലെ? The design administration of a reward systems, HR practices include job evaluation, performance appraisal, pay and benefits. ഓക്കെ, നമ്മളിപ്പോ തൃപ്തികരം എന്നുള്ള വേർഡ്, അല്ലെ, ആ ഒരു ഡെവലപ്പിംഗ് പ്രൊസീജിയറിന് നമ്മൾ പറഞ്ഞപ്പോ അവിടെ വീണ്ടും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ തൃപ്തികരമാക്കണമെങ്കിൽ ചിലപ്പോൾ എന്താണ്, ട്രെയിനിങ് പാക്കേജ് കൊണ്ട് മാത്രം അവർ തൃപ്തികരമാവണമെന്നില്ല. അവർക്ക് ഇച്ചിരി കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കണം, കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പൊ കൂടുതലായിട്ട് അവര് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പൊ ചില സമയത്തൊക്കെ ഒരു ബോണസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ആ ഒരു കമ്പനിയോട് ഒരു അറ്റാച്ച്മെന്റ് വരും, അല്ലെ? അവർക്ക് നല്ല കമ്പനിക്ക് സാലറിക്കൊപ്പം തന്നെ അനന്തരായിട്ടുള്ള ഇത്തരത്തിലുള്ള പാക്കേജസും തരുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കണം. അപ്പൊ അതും വിലയിരുത്തേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഫംഗ്ഷനിൽ അതുകൊണ്ട് തന്നെ എന്താണ് നെക്സ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് മോണിറ്ററിങ്, അല്ലെ? The design administration of reward systems, HR, human resource practices includes job evaluation, performance appraisal, pay and benefits. അപ്പൊ ജോബ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് പെർഫോമൻസ് ഒക്കെ തൃപ്തികരമാണെങ്കിൽ, നല്ല രീതിയിൽ തൃപ്തികരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോംപ്ലിമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും റിവാർഡുകൾ, അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ്, അല്ലെ, പേയോട് കൂടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ അനന്തര നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കണം. ഓക്കെ, അപ്പൊ അതിന് നമുക്കറിയാം, അതും എന്താണ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആക്കേണ്ടതുണ്ട്, അല്ലെ? കമ്പനിക്ക് നഷ്ടവും വരാൻ പാടില്ല, അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് അതിൽ നിന്ന് കൂടുതൽ സംതൃപ്തി കിട്ടേ വേണം, അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അവിടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു മോണിറ്ററിങ് തന്നെയാണ്. അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് വെട്ടി പറഞ്ഞേരെ. അവിടെ ഒരു ഹെഡിങ്ങിന് വെറുതെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിലും അങ്ങനെ തന്നെയാണോ? ഇതിൽ കാണുന്നത് മാതിരിയാണോ? ആണെങ്കിൽ അന്ന് ജസ്റ്റ് വെട്ടിക്കളഞ്ഞേരെ. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ഒന്ന് കട്ട് ചെയ്തേരെ. The next point, managing relationships. എന്താണ് മാനേജിങ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്? Encompasses a range of employee involvement or participation schemes in a non-union or a union workplace. ഓക്കെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ ആവുമ്പോൾ എന്താണ്, അവിടെ വർക്കേഴ്സ്, അല്ലെ, അവിടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന്, അല്ലെങ്കിൽ യൂണിയന്റെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയൊക്കെ നിന്ന്, അല്ലെ, സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്, അല്ലെ? ഇനി യൂണിയൻ എൻവയറൺമെന്റ് ദിസ് ഇൻക്ലൂഡ്സ് എന്താണ് നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കളക്റ്റീവ് അഗ്രിമെന്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാം HR ഡിപ്പാർട്ട്മെന്റിന് വേറൊരു ഡ്യൂട്ടി കൂടിയുണ്ട്, വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. എന്താണ്, യൂണിയനിലെ ആൾക്കാരുമായിട്ടൊക്കെ നല്ലൊരു, അല്ലെ, നല്ലൊരു ചർച്ചയ്ക്കൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കരാറ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും, അല്ലെ, കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്, കളക്റ്റീവ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും വിലപേശി ഒരു, അല്ലെ, കാര്യങ്ങൾ സാധ്യമാക്കാൻ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ എന്തെങ്കിലും മാനേജ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ യൂണിയന്റെയും ഇടയ്ക്ക് നിന്ന് എംപ്ലോയിക്ക്, അല്ലെ, എംപ്ലോയിയുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് അവിടെ ഒരു തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പര്യവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണ് കോൺട്രാക്ടുകൾ, കരാറുകളൊക്കെ ഉൾപ്പെടുത്താനായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതും ആര് തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, മാനേജിങ് റിലേഷൻഷിപ്പ്. അപ്പോ
ആ ഒരു ബന്ധം കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട്? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട് എന്നുള്ളത്. ലാസ്റ്റ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവാലുവേറ്റിംഗ്. എന്താണ് ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്? ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് മെഷർ, evaluate and communicate the value-added component of human resource practices and the entire human resource system to the organization. അവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? വിലയിരുത്തണം അല്ലെ? മൊത്തത്തില് നമ്മളുടെ ഓർഗനൈസേഷൻ അത് എന്താണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്ത് അല്ലെ? ഇവിടെയുള്ള എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ യൂണിയനെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടി കൈകാര്യം ചെയ്യണം. മാനേജ്മെന്റിനും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം അല്ലെ? അപ്പൊ മൊത്തത്തിൽ ഒരു എവാലുവേഷൻ നടത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ് വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ മുഴുവൻ HR വികസനത്തിന് അല്ലെ? മൂല്യവർദ്ധിത ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് മൂല്യവർദ്ധിതം ഉള്ള രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഉൽപാദന ചെലവിനേക്കാൾ കൂടുതൽ അല്ലെ? കൂടുതൽ വിലയ്ക്ക് ബിസിനസ്, നമുക്കറിയാം ചെലവിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റബിൾ ആവുള്ളൂ അല്ലെ? ആ ചെലവിന് താഴേക്ക് ഇൻ കേസ് എന്താണ് ചെലവ് അതിനോടൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഈക്വിലിബ്രിയം അല്ലെ? ഒരു സന്തുലിതാവസ്ഥയാണ് വരുന്നത്. ചെലവിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് വരവുണ്ടാവണം അല്ലെ? അപ്പൊ ആ ഒരു മൂല്യവർദ്ധിത ഇതോട് കൂടിയിട്ടായിരിക്കണം എല്ലാ ബന്ധങ്ങളെയും ഇദ്ദേഹം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ. അപ്പൊ ഘടകങ്ങൾ അളക്കുമ്പോൾ എപ്പോഴും എന്താണ് മൂല്യവർദ്ധിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ? എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെ നടപടിക്രമങ്ങളും പ്രക്രിയകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ വിലയിരുത്തൽ അല്ലെ? വിലയിരുത്തലാണ്. എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും വിലയിരുത്തണം അല്ലെ? അവിടെ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, യൂണിയനെ ഒരിക്കലും അല്ലെ ഒരു അതൃപ്തി അല്ലെ അവരുടെ ആ ബന്ധത്തില് പാളിച്ചകളും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മളൊരു ഫങ്ഷൻസ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ഫങ്ഷൻസാ പറഞ്ഞത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്ത് പോവാ. എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? ഓക്കെ, മെസ്സേജ് അയക്കുമ്പോ തന്നെ നമ്മൾ പഠിച്ചു പോകില്ലേ? പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിങ്, പിന്നെ മോണിറ്ററിങ്, മാനേജിങ് റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്. ഓക്കെ, നല്ല ബന്ധങ്ങള്, നല്ല വിലയിരുത്തലുകള്, then എന്താണ് നല്ല നിരീക്ഷണങ്ങള്, അതോടൊപ്പം തന്നെ ഡെവലപ്പിങ്ങും സ്റ്റാഫിങ്ങും പ്ലാനിങ്ങും. ഓക്കെ, ആദ്യം ആസൂത്രണം ചെയ്യണം, then അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികളെ ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, അവർക്ക് ആവശ്യമായുള്ള വികസനങ്ങൾ കൊടുക്കണം, then അവരെ വികസനത്തിനോടൊപ്പം തന്നെ അവർക്ക് റിവാർഡ്സുകളൊക്കെ കൊടുത്ത് കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള കാര്യത്തിലേക്ക് എത്തണം. then അവരെ മോണിറ്ററിങ് ചെയ്യണം. ഓക്കെ, ഓരോ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ആ മോണിറ്ററിംഗില് അവർക്ക് എന്താണ് കൂടുതൽ തൃപ്തികരമാവുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് നല്ല റിസൾട്ട് നേടാൻ സാധിക്കും. എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. ആരൊക്കെയായിട്ട്? യൂണിയനുമായിട്ട് അല്ലെ? അവിടെയുള്ള എംപ്ലോയീസ് മാത്രമായിട്ടല്ല ബന്ധം സ്ഥാപിക്കേണ്ടത്, മറ്റൊരു തരത്തിൽ അല്ലെ നല്ല യൂണിയനുമായിട്ട് നല്ലൊരു ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. then ഇവാലുവേറ്റിംഗ്, എപ്പോഴും മൂല്യവർദ്ധിത അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സ്റ്റാഫിംഗിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ മനസ്സിലാക്കി പോവുക. അതേമാതിരി തന്നെ ഡെവലപ്പിംഗ് പ്രോസസ്സിൽ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം? പെർഫോമൻസ് അപ്രൈസൽ അല്ലെ? അത് വിലയിരുത്തിയിട്ടാണ് ഡെവലപ്പിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വ്യത്യാസം അല്ലെ? ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഈ അല്ലെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് കൺസെപ്റ്റ് ആണ് അല്ലെ? നമ്മുടെ സെയിം ഡ്യൂട്ടിയൊക്കെ തന്നെയാണ്
പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിന് പ്രാധാന്യമുണ്ട് അല്ലെ. പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വലിയ മെഷീൻ ഒന്നും ഇംപ്ലിമെന്റ് അല്ലെ വരാത്ത കാലഘട്ടമാണ്, അതൊന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടം ആയതുകൊണ്ട് തന്നെ തൊഴിലാളികളെ അല്ലെ അവരെ ധാരാളം വർക്ക് ചെയ്യിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ നമുക്കറിയാം മെഷീന്റെ ഉത്ഭവത്തോട് കൂടിയിട്ട് എന്താണ് കുറെ മെഷീന്റെയും കൂടി ഇതോട് കൂടിയിട്ടാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ പഴയ കാലഘട്ടത്തിലെ തൊഴിലാളികളെ മേൽനോട്ടം വഹിക്കുക, ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതൊക്കെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടികളായിരുന്നു പേഴ്സണൽ മാനേജറിനും ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം അവിടെ ഉള്ള വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര മെഷീൻ വന്നെന്ന് വെച്ചാലും അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മനുഷ്യർ തയ്യാറായില്ല എങ്കിൽ അതുകൊണ്ട് സ്ഥാപനത്തിന് നേട്ടം ഉണ്ടാവില്ല. അപ്പൊ മെഷീനോടൊപ്പം തന്നെ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, അതിനേക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാരണം ഏതൊരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ പങ്ക് അത്ര വലുതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തില് ഹ്യൂമൻ റിസോഴ്സ് വിങ്ങിന് ഇത്ര പ്രാധാന്യം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് lies in their scope and orientation. ഓക്കെ, അപ്പൊ വിശാലമായ അർത്ഥത്തിന്റെ വേരിയേഷൻ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞു എന്താണ്, ഇപ്പോ ഈ കാലഘട്ടത്തിലാണ് ഹ്യൂമൻ റിസോഴ്സസിന് ഇത്രയും പ്രാധാന്യമുള്ളത് അല്ലെ. അവരാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കരുതലായിട്ടുള്ള ഒരു കാര്യമെന്ന് ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് വളരെ വലുതാണ് അല്ലെ. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത്. The scope of personal management is limited. ഓക്കെ, നേരത്തെ നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് അല്ലെ, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലാളികളുടെ ഒരു മേൽനോട്ട ചുമതല, അതല്ലെങ്കിൽ അവർ തൊഴിൽ സമരങ്ങൾ അല്ലെ എന്തെങ്കിലും സ്ട്രൈക്ക് ഒക്കെ വരുമ്പോഴും മാനേജ്മെന്റ് ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുക, അത്രയൊക്കെയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അവരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ബോധ്യപ്പെടുത്തുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ലിമിറ്റഡ് ആയിരുന്നു അല്ലെ. Then and has an inverted approach. Workers are viewed as a tool. ആ കാലഘട്ടത്തിൽ എന്താണ് നമുക്കറിയാം, വർക്കേഴ്സ് നമ്മളെ എന്താണ് ടൂൾ ആയിട്ട് തന്നെ അല്ലെ, എക്യുപ്മെന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. The behavior of the worker can be manipulated as per the foreign competence then of the organization and are replaced when they are worn out. In case അവര് എന്താണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവരെ പിരിച്ചുവിടുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട റോൾ മാത്രമാണ് ആ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരുന്നു. ഓക്കെ, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി ഇന്നാളിങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, ഓക്കെ അങ്ങനെയാണെങ്കിൽ അവരെ പിരിച്ചുവിട്ടേനെ അല്ലെ, അങ്ങനെയൊക്കെയുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇച്ചിരികൂടെയും വിശാലമായ ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സിനെ അല്ലെ ചിലപ്പോ നല്ല വർക്കേഴ്സിനെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും. എന്റെ പേരില്ലേ എന്റെ പേരോ ഈ കാലഘട്ടത്തില് എല്ലാ വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു റോളാണ്. ഓക്കെ, നല്ല വർക്കേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. കുറെ റിവാർഡുകളും കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പേലേ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും നല്ല കമ്പനികളിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ് അവര് മറ്റു ഒരു തല നോക്കി അല്ലെ ചാടി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റിലേക്ക് നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ് എ വൈഡർ സ്കോപ്പ് ആൻഡ് കൺസിഡേഴ്സ് എംപ്ലോയീസ് ആസ് ദ അസെറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു എക്യുപ്മെന്റ് പോലെയല്ല കൺസിഡർ ചെയ്യുന്നത്. എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു അസറ്റ് ആയിട്ട്, ഒരു മൂലധന വസ്തുവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് ആ വേരിയേഷൻ? ഓക്കെ ആണോ? ഓക്കെ, then it promotes എന്താണ് പറയുന്നത് mutually in terms of goals, responsibility, reward, etc. That will help in enhancing the economic performance and high level of human resource development. ഓക്കെ, നമുക്കറിയാം
അവർക്ക് അല്ലെ അവിടെയുള്ള തൊഴിലാളികൾക്ക് ഏതൊരു കമ്പനിയാണോ ഒരു ഫാമാണോ അപ്പൊ ആ ഫെയിമിനുള്ളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള അല്ലെ അത് പരിശോധിച്ച് അവരുടെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡുകളും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൃപ്തികരമായിട്ടുള്ള രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് എന്താണ് അവരെ കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക അല്ലെ വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് എന്തിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ക്ലിയറായോ? കൊണ്ട് കൺസെപ്റ്റ് ആയ പേഴ്സണൽ മാനേജറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അസറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഹ്യൂമനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് പ്രധാനമായിട്ട് ഒരു ടൂൾ പോലെയാണ് അല്ലെ, ഒരു എക്യുപ്മെന്റ് ആയിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അവരെ പിരിച്ചുവിടുക അല്ലെ, അല്ലാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രാധാന്യത്തിൽ വരുന്നില്ല. ആ കാലഘട്ടത്തിൽ ജസ്റ്റ് അവരെ അല്ലെ ഒരു മേൽനോട്ട ചുമതലക്കാരൻ അതല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നില്ല ഉണ്ടോ ഇല്ലേ എന്ന് ബുദ്ധിമാന്മാരാക്കുക, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താഴേക്ക് പോകാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് താഴേക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ recruitment, hiring, staffing, development and compensation of the workforce and their relation with the organization to achieve the organizational objectives. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നില്ല HR മാനേജ്മെന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം അവിടുത്തെ ഒരു പേഴ്സണൽ മാനേജറിനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ HR മാനേജറിനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വിശാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ തരം ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ പല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റായിട്ട് അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളായിട്ട് മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലൊക്കെ ഉള്ള ഒരു നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ദെൻ അത് മാത്രമായിട്ട് എന്താണ് അവിടെയുള്ള തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. അവരെ സ്റ്റാഫിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഈ സ്റ്റാഫിങ് കാര്യങ്ങൾ നടത്തേണ്ടതിന് മുമ്പ് തന്നെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം ആരുടെ റോളിൽ പെടുന്നതാണ്? പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ റോളിൽ പെടുന്നതാണ്. The primary functions of the personal management are divided into two categories. അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ഫംഗ്ഷനുകളെ ഈ പ്രവർത്തനങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, പ്രവർത്തന ധർമ്മങ്ങളും തന്നെ എന്താണ് മാനേജീരിയൽ ഫംഗ്ഷൻസും. ഓക്കെ, അപ്പൊ അവിടെ പ്രവർത്തന ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, job evaluation, employee welfare, utilization, maintenance and collective bargaining. Okay, അപ്പൊ നമ്മൾ എന്താണ് വ്യക്തികളെ അല്ലെ സംവരണം എന്ന് വെച്ചാൽ സ്റ്റാഫിങ്ങിന് വേണ്ടിയിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതായത് എംപ്ലോയിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. then അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെവലപ്മെന്റ് അല്ലെ അവരുടെ സ്കില്ല് നോളജും വികസിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ കോമ്പൻസേഷനുകളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ജോബ് ഇവാലുവേഷൻ ഉണ്ട് അല്ലെ, ജോബ് ഒക്കെ വിലയിരുത്തണം അല്ലെ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ദെൻ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ലഭ്യമാക്കണം അല്ലെങ്കിൽ അത് എത്രത്തോളം യൂട്ടിലൈസേഷൻ അല്ലെ അവിടെ ഉപയോഗപ്രദമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പരിപാലിച്ചു കൊണ്ടുപോകുക അല്ലെ. ഇൻ കേസ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും വിലപേശി അവർക്ക് നേടിക്കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെ അവരെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഏത് പ്രവർത്തനത്തിൽ പെടുന്നു? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, നോക്കാം മാനേജീരിയൽ ഫങ്ഷൻസ്.
എന്താണ് അപ്പൊ മാനേജറിയൽ ഫങ്ഷൻസിൽ പറയുന്നത്? അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആർ ദ ബേസിക് മാനേജറിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, ഒരു സ്ഥാപനമാണ്, നമുക്കറിയാം. നമ്മൾ ആദ്യം തന്നെ അല്ലെ ഒരു സർവീസ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കാം, പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കാം. ആ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ഏതൊരു ബിസിനസ്സും തുടങ്ങുമ്പോൾ ഒരു ഉത്പാദനമാണെങ്കിലും ഒരു സേവനമാണെങ്കിലും അവർക്കൊരു എയിം ഉണ്ടാവില്ലേ? അപ്പൊ ആ എയിമിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങുകളുണ്ടാവും. ഓക്കെ, ഇത്രയും മോഡൽ ഒതുക്കി ഇവിടേക്ക് ഇത്രയും എംപ്ലോയീസിനെ കൊണ്ടുവന്ന് ഇത്രയും ലൊക്കേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് സ്ഥാപനം തുടങ്ങണം അല്ലെ. അങ്ങനെ സ്ഥാപനം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടാണ് സ്ഥാപനം നമ്മൾ തുടങ്ങുക അല്ലെ. അപ്പൊ അവിടെ പ്ലാനിങ് ഉണ്ട്, ഒരു ആസൂത്രണം ഉണ്ട്, ദെൻ ഓർഗനൈസിങ് അല്ലെ, അവിടെ ഒരു സംഘാടനമുണ്ട്, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവിടെ ഇന്ന ആളുകൾ ഇത്രയും പോസ്റ്റുകളൊക്കെയാണ് വേണ്ടി വരുന്നത്, ഇത്രയും മെഷീൻസ് ഒക്കെയാണ് അവിടെ സ്ഥാപിക്കേണ്ടത്, ഇത്രയും ആൾക്കാർക്കാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഒരു ചട്ടക്കൂടുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യണം അല്ലെ, ഒരു മേൽനോട്ടം വഹിച്ച് അതിനെ കൊണ്ടുപോകണം അല്ലെ. ഓരോ ഡ്യൂട്ടി ആണെങ്കിൽ അതനുസരിച്ചുള്ള ഡയറക്ഷൻ ഒക്കെ വേണം. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രേരക ഘടകങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യും അല്ലെ. അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ വേണം. ഇതിനെന്താണ്? കൺട്രോൾ വേണം അല്ലെ. അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അല്ലെ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ റോങ് ആണെന്ന് തിരിച്ചു കൊടുത്ത് അല്ലെ, ഇൻ കേസ് നന്നായിട്ട് തന്നെ ചെയ്യുന്നവരാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂട്ടിക്കൊടുത്ത് അല്ലെ, അവരെ കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്ത് അവരെ കൺട്രോൾ ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റോങ് ആണെങ്കിലൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. കോർഡിനേഷൻ നമുക്കറിയാം, ഏകോപിച്ച് അല്ലെ, ഏകോപനത്തോട് കൂടിയിട്ടാണ് നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുക. ഇൻ കേസ് നമുക്കൊരു സ്ഥാപനമാണെങ്കിൽ അതൊരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ന് വെച്ചു, ഒരു ഹോസ്പിറ്റലാണ് അല്ലെ, അവിടെ കാർഡിയോളജി ഉണ്ടാവും, ന്യൂറോളജി ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള ഇതുകളുണ്ട്. അതേമാതിരി തന്നെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും ഉണ്ടാവും. അവിടെ അല്ലെ ഒരു സാധാരണ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഇൻ കേസ് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിവിധ ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ വ്യത്യസ്ത ഡ്യൂട്ടികളൊക്കെ അവരവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ? ഏതൊരു ബിസിനസ് സ്ഥാപനം അങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അല്ലെ പ്ലാനിങ് തുടങ്ങി അവിടെ കോർഡിനേഷൻ വരെ ഒരു മൂവ്മെന്റ്, അവിടെ ഒരു വൺ ബൈ വൺ ആയിട്ട് ഓർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ ആയിട്ടുള്ള പ്രവർത്തനം, പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലെ, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു മാനേജീരിയൽ ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന വ്യക്തികളെ അല്ലെ, അവര് നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ ആ വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള പെർഫോമൻസുകളൊക്കെ വിലയിരുത്തി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കോമ്പൻസേഷനുകളൊക്കെ കൊടുത്ത് റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അങ്ങനെ മാക്സിമം അവരെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെ, മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം എന്നുള്ള ഒരു ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിനെല്ലാം ഉപരി നമുക്കറിയാം A to Z വരെ പ്ലാനിങ് തുടങ്ങി നമ്മൾ കൈകാര്യം ചെയ്താലാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു അല്ലെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മാനേജീരിയൽ ഫംഗ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ആണോ? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ആണോ? ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ മാനേജ്മെന്റ് ഹാസ് ബീൻ supported by a human resource management as the development of the technology has taken place and human are replaced by machines. Okay, ഇവിടെ സാങ്കേതിക വികസനവും അതേമാതിരി തന്നെ മനുഷ്യന് പകരം യന്ത്രങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ദ മാനേജ്മെന്റ് ഹാസ് ബീൻ, അതുകൊണ്ടാണ് പറയുന്നത് suppressed by human resource management as the development of technology has taken place അല്ലെ.
അവിടെ നമുക്കറിയാം ഹ്യൂമനേക്കാളും കൂടുതൽ പ്രാബല്യത്തോട് കൂടിയിട്ട് വർക്ക് എന്താണ് അവിടെ മെഷീന്റെ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. അതും എന്താണ് മാനുഷികമായിട്ടുള്ള വ്യക്തികളുടെ പകരമായിട്ട് തന്നെ ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ അതിനെ റിപ്ലേസ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യത്തിനോടൊപ്പം തന്നെ ടെക്നോളജിനെയും കൂടി വിലയിരുത്തി പോകേണ്ടതുണ്ട്. ഓക്കെ, human resource management is that specialized and organized branch of management which is concerned with the acquisition, maintenance, development, utilization and coordination of people at work in such a manner that they will give their best to the enterprise. Okay, നമുക്കറിയാം ഏതൊരു മാനേജ്മെന്റ് ഏതൊരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ആ ബിസിനസ് നല്ല രീതിയിൽ അല്ലെ അത് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അവിടെ ഏത് കാര്യമാണെങ്കിലും ഈ കേസ് സ്റ്റാഫുകളൊക്കെ നേടിയെടുക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും പരിപാലിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ വികസന കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടെങ്കിലും മാക്സിമം യൂട്ടിലൈസേഷൻ അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതെല്ലാം ഏകോപിച്ച് അല്ലെ അതെല്ലാം മൊത്തത്തിൽ ഏകോപനം നടത്തിയിട്ടാണ് വർക്ക് അല്ലെ അവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതൊരു വ്യക്തിയും ഏതൊരു ഓർഗനൈസേഷന്റെയും ഹ്യൂമൻ റിസോഴ്സ് വിങ് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ് ഫോർ ദ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ടു മീറ്റ് ദോസ് റിക്വയർമെന്റ്സ്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ ഈ ആവശ്യങ്ങൾ അല്ലെ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ട് ഇൻ കേസ് നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സ് നല്ല വിങ് ഉണ്ടാവുമ്പോൾ അവരെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ അല്ലെ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണം അല്ലെ. നല്ലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണമെങ്കിൽ എന്താണ് മുൻകൂട്ടി അതിനെ കുറിച്ചൊക്കെ ആസൂത്രണം ചെയ്യണം അല്ലെ. അത് ഏത് രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് വഴി നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്നിന്ന വേക്കൻസികളിലൊക്കെ എത്ര കഴിവുള്ള എത്ര യോഗ്യനായ വ്യക്തികളെയാണ് നിയോഗിക്കേണ്ടത്. അപ്പൊ ആദ്യം തുടങ്ങി അതിനെ ആലോചിക്കണം അല്ലെ. ആസൂത്രണം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. എത്രത്തോളം വേക്കൻസികളാണ് വരുന്നത്, ആ വേക്കൻസികൾക്ക് അനുസൃതമായിട്ടുള്ള പേഴ്സൺസിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആ റിക്രൂട്ട്മെന്റുകൾ അനുസരിച്ചിട്ട് അവർക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ കണ്ടക്ട് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ എങ്ങനെ കൊടുക്കും. ഇൻ കേസ് നമ്മൾ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കോമ്പൻസേഷനുകളൊക്കെ വേണം, പെർഫോമൻസുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസുകൾ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്താലാണ് ഇവരുദ്ദേശിക്കുന്ന ഈ ഒരു ആവശ്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവിടെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുള്ളൂ അല്ലെ. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഫങ്ഷൻസിന്റെ ഇതുകളൊക്കെ തന്നെയാണല്ലോ ഈ പറഞ്ഞു പോകുന്നത്. നമുക്ക് അതൊരു ഡയഗ്രാത്തിന്റെ ചാർട്ടിന്റെ മോഡല് തരുന്നുണ്ട്. പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മാനേജിങ് ചേഞ്ചസ്, ensuring health and safety, then maintaining a relationship, then evaluating. Okay, പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ പല കാര്യങ്ങളും പെടുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് എത്രത്തോളം വേക്കൻസികൾ ഉണ്ടാവും, എത്രത്തോളം ആളുകളെ പോസ്റ്റ് ചെയ്യണമെന്ന് വരെ ആലോചിച്ച് അതിനാവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ദെൻ അവരെ നിന്ന് എന്താണ് സ്റ്റാഫിംഗ് അല്ലെ. നമുക്കറിയാം അവരെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെ നിയമനത്തിലേക്ക് എത്തിക്കണം. ദെൻ എന്താണ് നിയമനത്തിലെത്തിയാൽ മാത്രം പോരാ, അവർക്ക് ആ കമ്പനിയുടെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ വികസനം അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്ന നടപടികളൊക്കെ ചെയ്തു കൊടുക്കണം. എന്താണ് ഇത് മാത്രം ചെയ്താൽ പോരാ, മാനേജ്മെന്റ് എന്താണ് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷനും അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് എന്തെങ്കിലും റിവാർഡുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഇത്തിരി കൂടി സമൃദ്ധി ഉളവാക്കി കൊടുക്കണം. ഇൻഷുറൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കിയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, നമുക്കറിയാം ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയർ മാത്രമുള്ള റിലേഷൻഷിപ്പ് മാത്രം സൂക്ഷിച്ചാൽ പോരാ, പുറത്തുനിന്ന് എന്തെങ്കിലും യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മേഖലകളിൽ ഉണ്ടാവും വ്യത്യസ്ത അല്ലെ എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. HR മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ തലങ്ങളിലും
അന്ന് അല്ലെ ഈ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാലാണ് സക്സസ് ആയിട്ട് ആ കമ്പനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതൊക്കെ തന്നെയാണ് ഇവിടെയും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഡിഫറൻസുകൾ വീണ്ടും വരുന്നുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിഫറൻസ്. ഓക്കെ ആണോ? ഞാൻ ഇതിന്റെ തന്നെ ബാക്കിയാണ്, അതുകൊണ്ട് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, പറയാം. Human resource management is a continuous process of putting the right man at the right job. Okay, ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തുടർ പ്രക്രിയയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം, ഒരു റൈറ്റ് പേഴ്സണെ ആ റൈറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു തുടർ പ്രവർത്തനം തന്നെയാണ് ആവശ്യമാണ് അല്ലെ. അവിടെ റിക്രൂട്ട്മെന്റ് നടത്തി, സെലക്ഷൻ നടത്തി, ഇന്റർവ്യൂ ഒക്കെ നടത്തി, പോസ്റ്റിംഗ് എടുത്തു. അവിടെ ഇൻ കേസ് ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഇവാലുവേറ്റ് ചെയ്ത് അവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് കോംപ്ലിമെന്റ് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുത്ത് അവരെ നല്ല തരത്തിൽ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് വേ. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു കലാരീതിയിലുള്ള പ്രവർത്തനമാണ് അല്ലെ. നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. Then HRM covers a broad spectrum of activities which includes. Okay, നമ്മൾ കണ്ടു. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വിശാലമായ സ്കോപ്പ് അല്ലെ, അതാണ് അതിലുള്ളത്. അതിൽ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതില് അല്ലെ നമുക്കറിയാം, അതിൽ തൊഴിൽ, എംപ്ലോയ്മെന്റ്, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാണ്, തൊഴിലുമായി ബന്ധപ്പെട്ട കൂടി തന്നെയാണ് അവിടെ പ്രധാനമായിട്ട് HR മാനേജ്മെന്റിലുള്ളത്. എന്താണ് എംപ്ലോയി സർവീസ്. ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ, ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൈകാര്യം ചെയ്യണം. അവരുടെ പരാതികളൊക്കെ കേൾക്കണം അല്ലെ. അതൊക്കെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തണം. അത് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ് നമുക്കറിയാം, തുടക്കം മുതല് അവരുടെ സെലക്ഷൻ ഒക്കെ കാര്യങ്ങൾ വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെയുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡീസ് അവിടെ വരുമ്പോൾ ചില അല്ലെ തൊഴിലാളികൾ ചില പുതിയ പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും ചിലപ്പോൾ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിനനുയോജ്യമായ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. എഡ്യൂക്കേഷൻ അല്ലെ, അവർക്ക് എന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചു കൊണ്ടുപോകണം. സാലറി ആൻഡ് വേജസ്, അവർക്ക് മതിയായ രീതിയിലുള്ള തൊഴിലാളികൾക്ക് മതിയായ രീതിയിലുള്ള സാലറി വേതനങ്ങളോ കൂലിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യവസായ ബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു എംപ്ലോയർ എംപ്ലോയി ഉള്ള ബന്ധം മാത്രമല്ല, യൂണിയനും നേതാക്കളൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്, ഗവൺമെന്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പില് മെയിൻ പങ്കാളിയായിട്ട് പ്രവർത്തിക്കേണ്ടതും HR മാനേജ്മെന്റ് ആണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഓക്കെ, അവിടെയുള്ള ജീവനക്കാരുടെ സുരക്ഷയും അതും മുൻനിർത്തി പ്രവർത്തിക്കേണ്ടതുണ്ട്. വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, അവിടെയുള്ള സാഹചര്യങ്ങൾ അല്ലെ, സൗകര്യങ്ങളൊക്കെ എംപ്ലോയീസിന് നമുക്കറിയാം ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ കാൻറ്റീൻ സർവീസ് ഒക്കെ വേണമെന്ന് അല്ലെ, അത് മാനേജ്മെന്റിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ആവശ്യമാണ് എങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ സൗകര്യപ്രദമാക്കി കൊടുക്കുക. ഏത് രീതിയിലാണ് കേസ് ടോയ്ലറ്റ് സൗകര്യം ആണെങ്കിലും അല്ലെ, ഏതെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ശ്രമിക്കേണ്ടതുണ്ട്. അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്. ഓക്കെ, ചില പേഴ്സൺസ് എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ലെ, അതൊക്കെ വിലയിരുത്തിയിട്ട് വേണം ഇവർക്ക് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ട് അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അത് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയായതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൺഫർമേഷൻ ആയിട്ട് എടുത്തത്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ,
ഇത്തിരി ഭാഗം കൂടുതൽ എടുത്തു. ക്ലിയർ ആയിട്ട് തന്നെയല്ലേ പോയത്? മനസ്സിലാവാതിരുന്നോ? ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ടാണ് പോയത്? ഓക്കെ, എല്ലാവരും ഓക്കെ തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോഴാണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എടുക്കുമ്പോഴും ഒരു സമയം തരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വാക്ക് വായിച്ചിട്ട് ഒരു ഡൗട്ട് ഫീൽ ചെയ്യും അല്ലെ, അത് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് പോവാട്ടോ, എന്നാലേ ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോ നിങ്ങൾ എന്നെ റെസ്പോണ്ട് ചെയ്യുക. എന്നല്ലെങ്കിൽ വോയിസിലൂടെ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.